ക്ലാപ്പന മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. തൊഴിലുറപ്പ് പദ്ധതിയെ അനാവശ്യ നിബന്ധനകളും നിയമങ്ങളും കൊണ്ടുവന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന കേന്ദ്ര സർക്കാർ നടപടികൾക്കെതിരെയാണ് മാർച്ച് നടത്തിയത്. ഓണത്തിന് മുൻപ് പരമാവധി തൊഴിൽ ദിനങ്ങൾ നൽകാൻ ഗ്രാമപഞ്ചായത്ത് നടപടിയെടുക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയെ അനാവശ്യ നിബന്ധനകളും നിയമങ്ങളും കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ ഇല്ലാതാക്കുകയാണെന്ന് ആരോപിച്ചാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത്. ഓണത്തിന് മുമ്പ് പരമാവധി തൊഴിൽ ദിനങ്ങൾ നൽകാൻ ക്ലാപ്പന ഗ്രാമപഞ്ചായത്ത് നടപടിയെടുക്കണമെന്നും ഇക്കാര്യത്തിൽ കുറ്റകരമായ അനാസ്ഥയാണ് ഭരണസമിതി കാണിക്കുന്നതെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ചും ധർണയും INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. UDF അധികാരത്തിൽ വന്നാൽ തൊഴിലുറപ്പ് ജോലി ദിനങ്ങൾ പ്രതിവർഷം മിനിമം 200 ഉയർത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു. രാജ്യത്താകമാനമുള്ള 26 കോടിയോളം തൊഴിലാളികൾക്കായി ഒരുപക്ഷെ ലോകത്ത് ഒരു രാജ്യത്തും ഉണ്ടാകാത്ത അതിബൃഹത്തായ ഒരു തൊഴിൽ അവസരമാണ് 2004 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഖ്യാപനം വഴി നമ്മുടെ രാജ്യത്ത് സംജാതമായി. ക്ലാപ്പന മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് B ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. BS വിനോദ സമര പ്രഖ്യാപനം നടത്തി. ചെയ്ത ജോലിയുടെ കൂലി നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യം നമ്മളിപ്പോൾ ഉന്നയിക്കുന്നത്. ഓണക്കാലമാണ്, ജോലിയില്ല, ചെയ്ത ജോലിയുടെ കൂലിയില്ല. അങ്ങനെ പട്ടിണി പാവങ്ങളായ ഈ തൊഴിലാളികൾക്ക് ഓണത്തിന് 5000 രൂപ ബോണസ് നൽകണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ സമരങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. SM ഇക്ബാൽ, G ബിജു, R നകുലൻ, ബിപിൻ രാജ്, മെഹർഷാദ്, R സുധാകരൻ, ശ്യാംകുമാർ, സുബിൻ ഷാ, ഋഷിത, ശ്രീകല, കൊല്ലടിയിൽ രാധാകൃഷ്ണൻ, ഷാജഹാൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.